നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ അൺബോക്സ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, ഒരു ഇലക്ട്രിക് റൈസ് കുക്കറാണ്. സാധാരണ കുക്കർ എല്ലാ വീഡിയോയിലും ഉണ്ട്, പിന്നെ ചില വീഡിയോകളിലൊക്കെ ഇലക്ട്രിക് റൈസ് കുക്കറും കാണും. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഇലക്ട്രിക് റൈസ് കുക്കറിൽ കുറെ അധികം സ്മാർട്ട് ഫീച്ചേഴ്സ് ഉള്ള ഇലക്ട്രിക് റൈസ് കുക്കറാണ്. അതായത് അടുക്കളയിലെ പണി വളരെ ഈസി ആക്കാനും എളുപ്പത്തിൽ ചെയ്യാനും സഹായിക്കുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണിത്. അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റീഗൽ ഇലക്ട്രിക് റൈസ് കുക്കറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് റൈസ് കുക്കർ. ഓൾറെഡി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി. ഡിഫറെന്റ് ആയിട്ടുള്ള പല സൈസ് വേരിയന്റുകളിൽ ഇത് അവൈലബിൾ ആണ്. ഏതാണ് ആവശ്യം അതിനനുസരിച്ചുള്ള സൈസിൽ ബൈ ചെയ്യുക. ഞാനിവിടെ 3 ലിറ്ററിന്റെ ആണ് ബൈ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് കൂടെ ഞാൻ നൽകിയേക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിൽ കിച്ചണിൽ സാധാരണ കുക്കർ ഉപയോഗിച്ചാൽ പോലെ എന്തിനാണ് ഇത്രയും വില കൊടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സാധാരണ കുക്കറും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കണം. ഈ ഒരു പ്രൊഡക്റ്റിനോടൊപ്പം കുറേയധികം ആക്സസറീസും കിട്ടിയിരുന്നു. അതെന്തൊക്കെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ റൈസ് കുക്കർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാ ഈ കാണുന്നതാണ് ഇതിന്റെ ലിഡ്. ഈ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഈ ഹാൻഡിലിൽ ഒരു സ്വിച്ചും നൽകിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് അമക്കി കഴിഞ്ഞാൽ ക്ലോസ് ആവും. അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് വെറുതെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകത്തില്ല. നല്ലൊരു ലോക്കിംഗ് സിസ്റ്റം ഇതിൽ നൽകിയിട്ടുണ്ട്. ലിഡിൽ തന്നെ നമുക്ക് പ്രഷർ റിലീസ് വാൽവ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത്, ഇത് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്തൊന്നും ഇത് പോയിട്ട് വലിച്ച് ഓപ്പൺ ആക്കരുതെന്ന് പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ ലിഡിന് താഴെയായിട്ട് മെയിൻ ബോഡിയിൽ ഒരു ചെറിയ കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ സ്റ്റീം കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതായത് സാധാരണ നമ്മൾ കുക്കർ ഉപയോഗിച്ചിട്ട് അതിന്റെ ലിഡ് ഓപ്പൺ ആകുന്ന സമയത്ത് ഇതിനകത്ത് സ്റ്റീം എല്ലാം കൂടെ കെട്ടി നിന്നിട്ട് കുറച്ച് വെള്ളം കാണും ഇതിന്റെ ഈ ലിഡിൽ. അതെല്ലാം കൂടെ നേരെ ഈ ഫുഡിനകത്തേക്ക് താഴോട്ട് വീഴും. അപ്പം ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകത്തില്ല. കാരണം ആ എക്സ്ട്രാ വരുന്ന സ്റ്റീം എല്ലാം കളക്ട് ആകുന്നത് ഈ ഒരു കണ്ടെയ്നറിനുള്ളിലായിരിക്കും. ഇനി പവർ കോഡ് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റൈസ് കുക്കറിന്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എല്ലായിടും ഒരുപോലെ ഇരിക്കും. പക്ഷെങ്കിൽ നമുക്ക് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്, ഈ ഒരു ഡിസ്പ്ലേ ഉള്ള ഭാഗം. ഇതിന്റെ മുകളിലായിട്ട് അഗാരോയുടെ ബ്രാൻഡിങ്ങിന് താഴെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്ലസ് മൈനസ് ബട്ടണും ഇതിന്റെ ആവശ്യങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കുറേയധികം പ്രീസെറ്റുകൾ കാണാൻ സാധിക്കും. വൈറ്റ് റൈസ്, ബ്രൗൺ റൈസ്, ഷോർട്ട് ഗ്രെയിൻ പൊറേജ്, സ്റ്റീം, സ്ലോ കുക്ക്, പിന്നെ താഴെയായിട്ട് പ്രീസെറ്റ് ടൈമർ, പിന്നെ കീപ് വാം. അതിന്റെ സെൻട്രലായിട്ട് പവർ ബട്ടണും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ റൈസ് കുക്കറിന്റെ ഫിസിക്കൽ ഓവർവ്യൂവിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ലിഡ് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകം മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം കിട്ടിയ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 ലെയർ സെറാമിക് കോട്ടഡ് ആയിട്ടുള്ള ഇന്നർ ബൗളാണിത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമിംഗ് ബാസ്ക്കറ്റ്, റൈസ് മെഷറിംഗ് കപ്പ്, റൈസ് സ്പാറ്റുല, സൂപ്പ് ലേഡിൽ, പിന്നെ യൂസർ മാനുവൽ. ഇത്ര ഐറ്റംസ് ആയിരുന്നു നമുക്ക് ബോക്സിൽ ലഭിച്ചത്. ഓക്കെ, ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലെ കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. പവർ കണക്ട് ചെയ്തതിനു ശേഷം ഈ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വൈറ്റ് റൈസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തേ ഉള്ളൂ. ഇവിടെ നമ്പർ തെളിഞ്ഞു വരത്തില്ല. എത്ര മിനിറ്റ് കൊണ്ട് ഇത് കുക്ക് ആവും എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പൊ റൈസ് ഏകദേശം കുക്ക് ആയതിനു ശേഷം, അതായത് ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് കുക്കിംഗ് കംപ്ലീറ്റ് ആകും എന്നായി കഴിയുമ്പോൾ ഇവിടെ 10 മിനിറ്റ്സ് കാണിക്കും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 10 മിനിറ്റ്സിനുള്ളിൽ കുക്കിംഗ് കംപ്ലീറ്റ് ആവും എന്നുള്ള കാര്യം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഏത് പ്രീസെറ്റും ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ സ്ലോ കുക്ക് ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും വഴറ്റി എടുക്കണമെങ്കിലൊക്കെ ഈ സ്ലോ കുക്ക് ഉപയോഗിക്കാം. സ്റ്റീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം മോമോസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കണം, അല്ലെങ്കിൽ മറ്റേ എന്ത് ഐറ്റം ആണെങ്കിൽ പോലും അങ്ങനത്തെയൊക്കെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് കീപ് വാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കുക്കറിനുള്ളിൽ ചെറിയൊരു ചൂട് എപ്പോഴും കാണും. അതായത് നമ്മൾ ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് തണുത്ത് പോകാതെ ഈ ഒരു കീപ് വാമിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമുക്ക് ടൈം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര മിനിറ്റ് ആണോ എത്ര സെക്കൻഡ് ആണോ വേണ്ടത് അത് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. കീപ് വാം ഫീച്ചറിൽ നമുക്ക് 24 അവേഴ്സിന്റെ പ്രീസെറ്റ് ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. കുറേയധികം പ്രീസെറ്റുകൾ ഉണ്ട്. നമ്മുടെ ഡെയിലി കുക്കിങ്ങിന് വേണ്ടി ഈ പ്രീസെറ്റുകൾ തന്നെ ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതിൽ ആദ്യം ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് മോമോസ് ഉണ്ടാക്കി നോക്കുകയാണ്. അതായത് നമുക്ക് സ്റ്റീമിന്റെ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടൈപ്പിലുള്ള ഏത് ഫുഡും ഇതിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മോമോസ് ഉണ്ടാക്കാനായിട്ട് ഓൾറെഡി മോമോസിന്റെ രൂപത്തിൽ ഇതെല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഇന്നർ ബൗളിൽ കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് നമ്മൾ സ്റ്റീമറിനുള്ളിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കണം. അപ്പൊ നമുക്ക് മോമോസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് സ്റ്റീമാണ്. പവർ ഓൺ ചെയ്യുന്നു, നേരെ സ്റ്റീം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. വേറെ ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. ഇതിലെ വാട്ടർ ബോയിൽ ആയതിനു ശേഷം പതുക്കെ സ്റ്റീം വരാനായിട്ട് തുടങ്ങും. സ്റ്റീം വന്ന്
ഇതെല്ലാം പ്രിപ്പയർ ആയതിനു ശേഷം, അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ കുക്കിംഗ് കംപ്ലീറ്റ് ആകും എന്നായി കഴിയുമ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ 10 മിനിറ്റ്സ് കാണിക്കും. പിന്നെ അത് കുറഞ്ഞ് 9, 8, 7 0 വന്ന് ഒരു ബീപ്പ് സൗണ്ടും തരും. ബീപ്പ് സൗണ്ട് കേട്ട് കഴിയുമ്പോൾ പോയി തുറന്നു നോക്കിയാൽ മതി. എന്തായാലും എന്റെ കുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ട് തന്നെ സംഭവം കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു, പക്ഷേ ഞാൻ വിചാരിച്ച് ഇത് കരിഞ്ഞു പോകുമെന്നൊക്കെ ഞാൻ കരുതിയെങ്കിലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ടൈമിങ്ങിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിവിടെ മോമോസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയാലോ. 2 ടൈപ്പ് റൈസ് കുക്ക് ചെയ്യുന്ന പ്രീസെറ്റ് ഓൾറെഡി ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താ, വൈറ്റ് റൈസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റൈസ് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിനുള്ളിലിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണമല്ലോ. അതായത് ഒനിയൻ ഇടണം, പിന്നെ മറ്റ് കുറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ട് ഞാൻ ഒന്ന് സെറ്റ് ആക്കി എടുക്കുകയാണ്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പൊ അത് സെറ്റ് ആക്കാനായിട്ട് ഇവിടെ സ്ലോ കുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ആ സ്ലോ കുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിഡ് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഓയിലൊക്കെ ഒഴിച്ച് വളരെ സ്മൂത്ത് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് കടുക് വറക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലത്തെ പരിപാടികളൊക്കെ തന്നെ നമുക്ക് സ്ലോ കുക്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റൈസ് എടുക്കുന്നു. ആ ഒരു ഇന്നർ ബൗളിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം റൈസ് അതിലിട്ടിട്ട് നേരെ കുക്കറിനകത്ത് ഇറക്കി വെക്കുന്നു. അപ്പൊ നമ്മളിവിടെ പ്രീസെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വൈറ്റ് റൈസിന്റെ ആണ്. അപ്പൊ ഞാൻ വൈറ്റ് റൈസ് സെലക്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേയിൽ ഇങ്ങനെ ആ ഒരു ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ കുക്കിംഗ് കംപ്ലീറ്റ് ആകുന്നിടം വരെ ഈ ലൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 10 മിനിറ്റോട് ഇത് തീരാനുള്ള സമയത്ത് അവിടെ 10 മിനിറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, റൈസ് കുക്ക് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആകുമ്പോൾ തന്നെ റൈസിന്റെ ഒരു സ്മെല്ലും നല്ല ആ ഒരു സ്റ്റീമും കാര്യങ്ങളും ഒക്കെ വെളിയിലോട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് വെന്തിട്ടുണ്ട്. സാർ നമ്മൾ റൈസ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ റൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിപ്പിടിക്കും. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. അതേപോലെ തന്നെ അടിയിൽ പിടിച്ചിട്ടുമില്ല. അതായത് ഇത് പാത്രത്തിൽ എങ്ങും തന്നെ പറ്റിപ്പിടിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഈ റൈസിലേക്ക് മുമ്പ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത്രയും കാര്യമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കുക്കറിലുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്നൂടെ പറയാം. അതായത് നമുക്ക് ഒരേ സമയം 2 രീതിയിൽ ഇതിൽ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം നമ്മൾ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നു വിചാരിക്കുക. അപ്പം സൂപ്പ് നമ്മൾ ആ ബൗളിൽ, ഇന്നർ ബൗളിൽ താഴെ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന് മുകളിൽ ഇപ്പം മോമോസ് ഉണ്ടാക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതേപോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മുകളിലത്തെ സ്റ്റീം ബാസ്ക്കറ്റിൽ വെച്ചുകൊണ്ട് അത് സ്റ്റീം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഒരേ സമയം നമുക്ക് 2 രീതിയിൽ 2 കുക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും. രാവിലെ ഓടിപ്പിടിച്ച് ഫുഡ് ഉണ്ടാക്കി ധൃതി പിടിച്ച് ഓഫീസിലൊക്കെ പോകുന്നവര്, പിന്നെ ഹോസ്റ്റൽ ലൈഫിലുള്ളവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കുക്കർ വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഇതിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള കുക്കറുകൾ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. സാറിന് നമ്മുടെ വീട്ടിലെ നോർമൽ കുക്കറാണല്ലോ. പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ സ്മാർട്ടായിട്ട് തന്നെ തോന്നി. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കണം. ചുമ്മാ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. ഇത് ഉപയോഗിച്ച് ഇതിലെങ്ങനെ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വീടുകളിലെല്ലാം തന്നെ കിച്ചണിൽ നല്ലൊരു ഉപകാരമുള്ള ഒരാളായിട്ട് നമ്മുടെ കൂടെ ഈ ഐറ്റം ഉണ്ടായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം. 3 ലിറ്ററിന്റെ തന്നെ വാങ്ങണമെന്നില്ല. ഞാൻ 3 ലിറ്ററിന്റെ ആണ് വാങ്ങിയത്. പല ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയന്റുകളുണ്ട്. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയറോട് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.